ഒരാഴ്ചക്കാലം ദേശീയ സുരക്ഷാ വാരമാണ്. അപ്പം ദേശീയ സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് വിവിധതരം പരിപാടികൾ പൊതുജനങ്ങൾക്കിടയിൽ, വിശിഷ്യ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലേക്കൊക്കെ വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത്, ഈ ഒരാഴ്ച കാലം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും ELCB ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ELCB ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല, പുതുതായിട്ട് വയറിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, എർത്ത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, സോളാർ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ വൈദ്യുതി സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ലൈറ്റ്നിങ് അറസ്റ്ററൊക്കെ സ്ഥാപിക്കുന്ന സമയത്ത് ലൈറ്റ്നിങ് അറസ്റ്റർ അതിൻ്റെ സോളാർ പാനലിൻ്റെ സെൻറ്ററിലായിരിക്കണം, കൃത്യമായ അകലത്തിൽ കവറേജ് കിട്ടത്തക്ക രീതിയിലൊക്കെ ആയിരിക്കണം എന്നുള്ളത്. അപ്പം അത്തരം ബോധങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒപ്പം കൊച്ചു കുട്ടികൾക്ക് ഈ വൈദ്യുതി സുരക്ഷയെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നുള്ളതുകൂടിയാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും വൈദ്യുതിയിൽ പണിയെടുക്കുന്ന സമയത്ത്, അത് വീട്ടിലെ ബൾബ് മാറുമ്പോഴായാലും ശരി, ഏതെങ്കിലും തരത്തിലൊരു ചെറിയ റിപ്പയർ ആ വീട്ടുടമസ്ഥൻ ചെയ്യുന്നതാണെങ്കിൽ പോലും ശരി, വൈദ്യുതി ഓഫ് ചെയ്ത് സപ്ലൈ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം, എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന ഓരോ സമയത്തും വൈദ്യുതി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഒരു പോസ്റ്റിൽ കയറാനോ ഒരു സർവീസ് കണക്ഷൻ കൊടുക്കാനോ, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വൈദ്യുതി ജോലി ചെയ്യുമ്പോഴും വൈദ്യുതി സുരക്ഷ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സുരക്ഷയും നാം ഉറപ്പുവരുത്തിയിരിക്കണം. കൃത്യമായ മഴക്കാലം കൂടിയാണ്, ജലജന്യ രോഗങ്ങളൊക്കെ കൂടിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങളെല്ലാം വൃത്തിയോടുകൂടി നിൽക്കാനും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ അവനോട് തന്നെയും മറ്റുള്ളവരോടും പറയാനും സാധിക്കണം. ഒരു ദിവസം ഒരാളുടെങ്കിലും വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ മനുഷ്യരോടും സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഈ സമയത്തെ ഏറ്റവും പ്രത്യേകതയാണ്. വൈദ്യുതികളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള പല അപകടങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് സാധാരണ ഇത് നമ്മുടെ ലൈനിൽ നിന്ന് തന്നെ 230 വോൾട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് 240 വോൾട്ടാണ് ശരിക്കും സപ്ലൈ വോൾട്ടേജ്, അത് നേരിട്ട് കൊടുത്തിട്ട് പല അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനും കൃത്യമായ രീതിയിൽ അതിന്റെ വോൾട്ടേജ് കുറച്ചുകൊണ്ട്, ഒരു ഉപകരണം വഴി അതൊരു വോൾട്ടേജ് കുറച്ചുകൊണ്ട് അതിൽ മുട്ടുന്ന ആൾക്കൊരു തരിപ്പ് കിട്ടുന്ന രീതിയിൽ തയ്യാറാക്കുന്നതിനാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അനുവാദത്തോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ്. പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് സപ്ലൈ കൊടുത്തുകൊണ്ട് പല സ്ഥലങ്ങളിലും ഈ വൈദ്യുതിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അത് ബോധവാന്മാരാക്കണം. വീടുകളിൽ ELCB ഇല്ലാത്ത നമ്മുടെ ഈ സെക്ഷൻ ഓഫീസിന്റെ അതിർത്തിയിൽ പോലും 300-ലേറെ വീടുകളിൽ ELCB ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് അറിയാമോ. പലരെയും നമ്മൾ ബോധവൽക്കരണത്തോടെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് സപ്ലൈ ഓഫ് ചെയ്ത് അവരുടെ വൈദ്യുതി ELCB ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പരമാവധി ഓരോരുത്തർക്കും വൈദ്യുതി സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ELCB. ആ ELCBയുടെ പ്രവർത്തന തത്വം എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. ELCBയുടെ പ്രവർത്തന തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിലേക്ക് അകത്തേക്ക് കയറുന്ന വൈദ്യുതി തന്നെയാണ് തിരിച്ചിറങ്ങി പോരുന്നതെന്ന് ELCB വഴി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ ELCB ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലാണ് സ്ഥാപിക്കുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് പല പല മുറികളിലേക്ക്, പല പല ആവശ്യങ്ങളിലേക്ക് വൈദ്യുതി പോകുന്നത് തിരിച്ചു വരുന്നതും ELCBയിലൂടെ തന്നെയാണെന്ന് സദാ ELCB വാച്ച് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന ELCBയുടെ നിരീക്ഷണ പരിധിയിൽ നിന്ന് മാറി ഏതെങ്കിലും മോട്ടറിൽ നിന്നോ ടേപ്പോട്ടിൽ നിന്നോ മറ്റു വൈദ്യുത ഉപകരണങ്ങളിൽ നിന്നോ വൈദ്യുതകണങ്ങൾ വഴിതെറ്റ് സഞ്ചരിച്ച്, അഥവാ അതിന്റെ ഇൻസുലേഷൻ തകരാറ് വന്നോ, അതിന്റെ കവറിൽ നിന്ന് വിട്ടുപോയോ, അല്ലെങ്കിൽ നമ്മൾ നേരെ കയറി ലൈനിൽ മുട്ടുകയോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ അവരുടെ വീട്ടിലേക്ക് എളുപ്പം പോകാൻ നമ്മുടെ ശരീരം ഉപയോഗിക്കും. ഈ മോട്ടറിൽ നിന്ന് ലീക്കായ ഇൻസുലേഷൻ വയറിന്റെ പരിധിയിലൂടെ തന്നെ പോകും. അപ്പോൾ ELCBയിലൂടെ അകത്തേക്ക് പോകുന്ന ഇലക്ട്രോണുകൾ ELCB വഴി തിരിച്ചു പോകുന്നില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം, മറ്റെവിടെയൊക്കെ വഴിതെറ്റി പോകുന്നു എന്നറിയുന്ന നിമിഷം ELCB ഓഫായി പോവുകയാണ് ചെയ്യുന്നത്. തനിയെ അപകടം മണത്തറിഞ്ഞുകൊണ്ട് ഓഫായി പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ മനുഷ്യരിലേക്ക് കടക്കാതിരിക്കാനാണ് ELCB അപ്പം തന്നെ ഓഫ് ചെയ്യുന്നത്. ELCB എന്ന് പറയുന്ന അത് നമ്മൾ പറഞ്ഞ് ശീലിച്ചുകൊണ്ടാണ് ELCB എന്ന് പറയുന്നത്. ആക്ച്വലി ELCB അല്ല, RCCB ആണ്. റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കറാണ്. ELCB വോൾട്ടേജ് അധിഷ്ഠിതമായ ഒരു ഉപകരണമാണ്. RCCB കറണ്ട് അധിഷ്ഠിതമായ ഉപകരണമാണ്. ഇപ്പം നമുക്ക് RCCBയും കഴിഞ്ഞിട്ട് RCB ഉണ്ട്, റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, അതായത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ. റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഉപകരണം ചെറിയൊരു തുക മാത്രമേ അതിന് കൂടുതലുള്ളൂ. അപ്പൊ എന്താണ്, ലീക്കേജ് മാത്രമല്ല, ഒരു MCBയുടെ പർപ്പസ് ആയിട്ടുള്ള ഓവർലോഡ് കൂടി അത് മനസ്സിലാക്കി വൈദ്യുതബന്ധം വിച്ഛേദിക്കും. നമ്മുടെ ലൈനുകളിൽ എപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത്
നമ്മൾ സപ്ലൈ ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. അതിന് സപ്ലൈ ഓഫ് ചെയ്യണം. ആദ്യം ഓഫ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ വൈദ്യുതകണങ്ങൾ അതിനകത്ത് ഇനിയും പോകാതെ കേബിൾ പോലുള്ള വസ്തുക്കളിലൊക്കെ കപ്പാസിറ്റൻസ് എഫക്ട് മൂലം വൈദ്യുതകണങ്ങൾ ഇനിയും അതിനകത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അവയെ ഡിസ്ചാർജ് ചെയ്ത് ഭൂമിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഭൂമിയിൽ മുട്ടിച്ച ഒരു ദണ്ട് ഉപയോഗിച്ച് ദണ്ടിന്റെ അറ്റം നേരെ പോയി നമ്മൾ ലൈനിൽ മുട്ടിക്കുന്ന സമയത്ത് അധികമായി നിൽക്കുന്ന കണങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് ബാക്കിയുണ്ടെങ്കിൽ അവ കൂടി തിരിച്ചു വരാനായിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം പോസ്റ്റിൽ കയറുന്ന ആ പോസ്റ്റിന്റെ ഇരുപുറങ്ങളിലും വൈദ്യുത ലൈൻ നമ്മളെ ബാധിക്കാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ വന്നു പോയാൽ അവയെ നമ്മളെ ബാധിക്കാതെ തന്നെ അവർക്ക് തിരിച്ചു പോകാനും കഴിയണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? പോസ്റ്റിന് ഒരറ്റത്ത് നിന്ന് കൃത്യമായി കൈയെത്താവുന്ന അകലത്തിൽ ഷോർട്ടിംഗ് ക്ലിപ്പ് വെച്ച് അതിനെ ഷോർട്ട് ചെയ്യുക. ആ ഷോർട്ട് ചെയ്ത ഭാഗത്തു നിന്ന് വരുന്ന ലൈൻ നേരെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ നിൽക്കുന്നതിന് ശേഷം വരുന്ന ലൈനിലും ഷോർട്ട് ചെയ്യുക. അപ്പോൾ വൈദ്യുതകണങ്ങൾ വരികയാണെങ്കിൽ നമ്മളും ജോലി ചെയ്യുന്ന നമ്മളിൽ പെടാതെ തന്നെ അവർക്ക് പോകാനൊരു ബൈപ്പാസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇക്വി പൊട്ടൻഷ്യൽ ബോണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം ജോലി ചെയ്യുന്ന ഇരുപുറവും നാം നിൽക്കുന്ന സ്ഥലവും എല്ലാം ഒരേ വോൾട്ടതയിലാണെന്ന് ഉറപ്പുവരുത്തി അവ ഭൂമിയുടെ വോൾട്ടതയിലാണെന്ന് ഉറപ്പുവരുത്താൻ ആദ്യം എർത്ത് റോഡ് ഭൂമിയിൽ കുഴിച്ച് സ്ഥാപിച്ചതിന് ശേഷമാണ്, അഥവാ ഭൂമിയിൽ ഇറക്കി വെച്ചതിന് ശേഷമാണ് രണ്ട് സൈഡിലും ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ ഡിസ്ചാർജർ ഉപയോഗിക്കുന്നത്. ആ ചിത്രം നോക്കി, ആ ചിത്രത്തിൽ കാണുന്ന പോലെ പോസ്റ്റിന്റെ ഇരുപുറങ്ങളിലും ഷോർട്ട് ചെയ്തത് നേരെ ഭൂമിയിൽ മുട്ടിച്ചേക്കുന്നത്. അഥവാ ഭൂമിയിൽ മുട്ടിച്ചതിന് ശേഷം പോസ്റ്റിന്റെ രണ്ട് സ്ഥലങ്ങളിലും ഷോർട്ടിങ്ങിൽ പോയിട്ട് ഷോർട്ട് ചെയ്തേക്കുന്നു. ആ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്ക് കൃത്യതയോടുകൂടി ജോലി ചെയ്യാൻ കഴിയും. ഏതെങ്കിലും സാഹചര്യത്തിൽ വൈദ്യുതകണങ്ങൾ ആ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് നമ്മുടെ ശരീരത്തിലൂടെ അല്ലാതെ പുറത്തേക്ക് സഞ്ചരിക്കാൻ ഒരു ബൈപ്പാസ് ഒരുക്കുക എന്നുള്ളതാണ് ഇക്വി പൊട്ടൻഷ്യൽ ബോണ്ടിങ്. അപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ ബോണ്ടിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ജോലിക്ക് കയറാവൂ. അതുപോലെ വീടുകളിലെ വൈദ്യുത സുരക്ഷയും നാം ഉറപ്പുവരുത്താൻ ഒരാൾ മറ്റൊരാളോട് ഒരു വീട്ടിലെങ്കിലും ഇന്നു മുതൽ ഒരാഴ്ചക്കാലം പറയാൻ നമുക്ക് കഴിഞ്ഞാൽ